കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുംഭമേള. നമ്മൾ പ്രയാഗ്രാജിൽ നടന്ന കഴിഞ്ഞ കുംഭമേളയെപ്പറ്റി കേട്ടു, അറിഞ്ഞു. പലരും കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തു. ഞാനും പോയിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് കുംഭമേളയിൽ പോകാൻ സാധിക്കാത്ത ആളുകൾക്കും അഥവാ പോയിട്ടുള്ള ആളുകൾക്കുമായി ഒരു സുവർണ അവസരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അതായത് കേരളത്തിന് ഒരു മേള, മാഘമേള. കുംഭമേളയ്ക്ക് തത്തുല്യമായ ഒരു മേളയാണ് മാഘമേള. അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നാവാമുകുന്ദ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള നിളാ നദിയുടെ സ്നാനഘട്ടുകളിലാണ് നടക്കുന്നത്. ത്രിവേണി സംഗമ സ്നാനഘട്ടിലാണ് നടക്കുന്നത്. ജാനുവരി 18 മുതൽ 2026 ജാനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള കേരളത്തിൽ നടക്കുന്നത്. അഖാഡകളിലെ പ്രധാനിയായ ജുന അഖാഡയുടെ നേതൃത്വത്തിലാണ് ഈ കുംഭമേള, ഈ മാഘമേള നടക്കുന്നത്. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലും കുംഭമേള ഉണ്ടായിരുന്നു. അന്ന് ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ അന്ന് പെരുമാൾ രാജ്യം ഭരിച്ചിരുന്നു. അതുകൂടാതെ ഈ പെരുമാൾ ഹിന്ദു ധർമ്മത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അതിനുശേഷം പിന്നീട് വള്ളുവക്കോനാതിരി, അതായത് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ വള്ളുവക്കോനാതിരി, അദ്ദേഹമാണ് പിന്നീട് വന്നത്. ആ സമയത്തും ഇതുപോലെ കുംഭമേള ഉണ്ടായിരുന്നു 12 വർഷം കൂടുമ്പോൾ. ആ കുംഭമേളയിൽ ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ അവിടെ വരുമായിരുന്നു. ധാരാളം വിദ്വാൻമാരുമൊക്കെ ആ സമയത്ത് അവിടെ വരികയും സ്നാനം ചെയ്യുകയും ധാരാളം ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ വെച്ചാണ് പല സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയിരുന്നത്. അതുമാത്രമല്ല, രാജ അധികാര കൈമാറ്റവും ആ സമയത്ത് നടന്നിരുന്നു. പിന്നീട് സാമൂതിരി വന്നു. പിന്നീട് സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിൽ നിരന്തരമായ യുദ്ധമായി. പിന്നീട് അതാണ് മാമാങ്കം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഒരു ഇടപെടലോടുകൂടി അതൊക്കെ നിന്നു. ആ പഴയകാല പ്രതാപത്തിലേക്കാണ് നമ്മളിപ്പോൾ വീണ്ടും തിരിച്ചു പോകുന്നത്. ഈ ജാനുവരി 2026 ജാനുവരി മാസം 18 തീയതി മുതൽ ഫെബ്രുവരി മാസം 3 തീയതി മകം നക്ഷത്രം വരെയാണ് കേരളത്തിൻ്റെതായ ഈ മേള നടക്കുന്നത്. കുംഭമേളയിലെ പ്രധാനപ്പെട്ട ആചാരം അത് സ്നാനം തന്നെയാണ്. പുണ്യനദി സ്നാനം. നിളാനദിയിൽ ഈ പ്രത്യേക സമയത്ത് സകല നദികളുടെയും സാന്നിധ്യം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. കുംഭമേള പ്രധാനമായും നടക്കുന്നത് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഉത്തരേന്ത്യയിൽ പുഷ്കരം എന്ന ഒരു മേളയുണ്ട്. അതായത് പുഷ്കരൻ എന്ന് പറഞ്ഞ ഒരു തപസ്വിയുണ്ടായിരുന്നു, ഒരു യോഗി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാനെ തപസ്സു ചെയ്ത് ഒരു വരം നേടുന്നു. അതായത് ഭാരതത്തിലെ സകല പുണ്യതീർത്ഥങ്ങളെയും എനിക്ക് ശുദ്ധീകരിക്കണം, അതിനെന്നെ സഹായിക്കണം എന്നുള്ള വരമാണ് നേടിയത്. ആ സമയത്ത് വ്യാഴ ഭഗവാൻ ഈ തപസ്വിയോട് പറയുകയാണ്, എൻ്റെ കൂടെ വന്നുകൊള്ളുക എന്ന്. അങ്ങനെ വ്യാഴം ഓരോ രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ നദികളിലായി സ്നാനം ചെയ്യുകയും ആ നദികളെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആ വ്യാഴരാശിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ പുണ്യതീർത്ഥങ്ങളിലും നമ്മൾ കുംഭമേള ആചരിക്കുന്നത്. ഇവിടെ തിരുനാവായ ത്രിവേണി സ്നാനഘട്ടിനെ, ത്രിവേണി സംഗമ ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ്. ബ്രഹ്മാവിൻ്റെ യാഗഭൂമി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അതായത് നമുക്കറിയാം, ഭാരതപ്പുഴയാണ് ആ പ്രദേശത്തു കൂടി ഒഴുകുന്നത്. ഭാരതപ്പുഴ
ആനമല അല്ലെങ്കിൽ ആനമുടി എന്ന ഗിരിശൃംഗത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പണ്ട് പരശുരാമൻ ഈ ഭൂപ്രദേശത്തെ സംരക്ഷിക്കുന്നതിനായി ഒരു യാഗം ചെയ്യുവാനായി ബ്രഹ്മദേവനോട് അപേക്ഷിക്കുന്നു. അങ്ങനെ പരശുരാമൻ്റെ അപേക്ഷ പ്രകാരം ബ്രഹ്മദേവൻ ഈ ഗിരിശൃംഗ പ്രദേശത്ത് എത്തിച്ചേരുകയും അവിടെ ഒരു യാഗം നടത്തുവാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും യാഗം ചെയ്യുന്ന ആൾ പത്നി സമേതനായി ഇരിക്കണം എന്നാണ്. ആ സമയത്ത് പാർവതീദേവിയെയും ലക്ഷ്മീദേവിയെയും കാത്തുനിന്ന സരസ്വതീദേവി യാഗം ആരംഭിക്കാറായിട്ടും അവിടേക്ക് എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് തന്നെ ഗായത്രീ ദേവിയെ ആ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ യാഗം ചെയ്യുവാനായി ആരംഭിക്കുന്നു. ആ സമയത്താണ് സരസ്വതീ ദേവി അവിടേക്ക് കടന്നു വരുന്നത്. തൻ്റെ സ്ഥാനത്ത് ഗായത്രീ ദേവി ഇരിക്കുന്നത് കണ്ടപ്പോൾ സരസ്വതീ ദേവിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും ഗായത്രീ ദേവി ഒരു നദിയായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അനാവശ്യമായ ഒരു ശാപമാണ് അവിടെ ഉണ്ടായത്. അതായത് സരസ്വതീ ദേവി താമസിച്ചതുകൊണ്ടാണ് ഗായത്രീ ദേവി ആ സ്ഥാനത്ത് ഇരുന്നത്. എന്നിട്ടും തന്നെ ശപിച്ചു എന്നോർത്ത് വളരെയധികം ദുഃഖിതയായ ഗായത്രീ ദേവിയും തിരിച്ച് സരസ്വതീ ദേവിയെ ശപിക്കുന്നു. അങ്ങനെ സരസ്വതീ ദേവിയും ഒരു നദിയായി തീർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഭാരതപ്പുഴയുടെ ഒരു കൈവഴി തന്നെ ഗായത്രി പുഴ എന്ന് അറിയപ്പെടുന്നുമുണ്ട്. അങ്ങനെ ആ യാഗം മുടങ്ങുന്നു. പിന്നീട് ഈ തിരുനാവായ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ആ യാഗഭൂമിയിൽ ബ്രഹ്മാവ് വന്ന് യാഗം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഭൂപ്രദേശമാണ് ഇന്ന് തവനൂർ എന്ന് അറിയപ്പെടുന്നത് എന്നും അത് പിൽക്കാലത്ത് താപസന്നൂർ, അതായത് താപസന്മാരുടെ ഊര് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ത്രിമൂർത്തി സംഗമമാണ്. വളരെ പ്രത്യേകതയുള്ള വളരെ പവിത്രമായ ഒരു ഭൂപ്രദേശമാണ് അവിടെ ഉള്ളത്. മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവൻ്റെയും മഹേശ്വരൻ്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഭൂപ്രദേശമാണ്. അവിടെയുള്ള നാവമുകുന്ദ ക്ഷേത്രം തന്നെ നവയോഗികളാണ് പ്രതിഷ്ഠ. ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് നവയോഗികൾ ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂപ്രദേശമാണ്. അമൃത കുംഭവും കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ശാസ്താവിനെയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഗജേന്ദ്ര മോക്ഷവുമായും അതുപോലെ തന്നെ മാർക്കണ്ഡേയനുമായുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നു. ഈ 2026 ജാനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള സമയങ്ങളിൽ വളരെ വിശേഷപ്പെട്ട പല ഉത്സവങ്ങളും വരുന്നുണ്ട്. ആ സമയങ്ങളിലും സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പുണ്യ സ്നാനം കൂടാതെ നിള ആരതി കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ദിവസങ്ങളിലാണ് വസന്തപഞ്ചമി വരുന്നത്, ഗണേശ ജയന്തി വരുന്നുണ്ട്, രഥ സപ്തമി വരുന്നുണ്ട്, ജയ ഏകാദശി വരുന്നുണ്ട്, ഭീഷ്മ അഷ്ടമി വരുന്നുണ്ട്. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ എത്തിച്ചേരും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ പഴയകാല സംസ്കാരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു ഉത്സവമായിട്ട്, ഒരു മേളയായിട്ട് നമുക്കിത് കണക്കാക്കാം. 2028 വളരെ വിപുലമായി കുംഭമേളയായി തന്നെ സംഘടിപ്പിക്കുവാനായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ ആലോചിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ വിശേഷപ്പെട്ട ആ മേള നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരട്ടെ, ഏറ്റവും ഭംഗിയായി നടക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഭാരതം ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരട്ടെ. നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ നടക്കുന്ന അധർമ്മങ്ങളെല്ലാം അവസാനിക്കട്ടെ. കലിയുഗത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് കുറേ ആളുകളെങ്കിലും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഇടവരട്ടെ.
കുറേ ആളുകളുടെ കണ്ണുകളിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ. ഈ സന്യാസി ശ്രേഷ്ഠന്മാർ അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികളെ നമുക്കൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അഹോരാത്രം പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം. അവരോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ധാരാളം കള്ളനാണയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ ഇതുപോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അവർ നമ്മുടെ കണ്ണുകളിലേക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നു. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല, അവരൊന്നും മോഹിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ നമ്മൾ എന്നും ആദരിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണം. നമ്മുടെ രാജ്യം ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്താൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. നമ്മുടെ രാജ്യമാണ് നമുക്ക് എന്നും പ്രധാനം. നമ്മുടെ ധർമ്മമാണ് നമുക്കെന്നും പ്രധാനം. എല്ലാവരെയും സ്വീകരിക്കുന്നതാണ്, എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് നമ്മുടെ മതം. അല്ലാതെ നമ്മുടേത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നതല്ല നമ്മുടെ സനാതന ധർമ്മമെന്ന് നമ്മളെപ്പോഴും ഓർക്കുക. സ്നേഹമാണ് നമ്മുടെ മതം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്ത് സമാധാനമായും സ്വസ്ഥമായും അവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്, അവർക്ക് ആരാധിക്കുവാൻ, അവരുടെ ദൈവങ്ങളെ ആരാധിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യം സനാതന ധർമ്മത്തിൽ ഊന്നി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ സമാധാനമായി ജീവിക്കുവാൻ പറ്റുന്ന മറ്റേതു രാജ്യമാണ് ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പറ്റി ഓർത്ത് നമ്മളെപ്പോഴും ആനന്ദിക്കുക, അഭിമാനിക്കുക. കേരളത്തിലേക്ക് വരുന്ന ഈ മഹാമേളയെപ്പറ്റി നിങ്ങൾ ഓർത്തുകൊള്ളുക. ജാനുവരി 18 മുതൽ 2026 ജാനുവരി മാസം 18 തീയതി മുതൽ ഫെബ്രുവരി മാസം 3 തീയതി മകം നക്ഷത്ര ദിവസം വരെയാണ് ഈ മേള നടക്കുന്നത്. പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ മലപ്പുറം വരെ പോയാൽ മതി. പറ്റുമെങ്കിൽ ഒന്ന് പോകാനായി ശ്രമിക്കുക. ആ മേളയിൽ പങ്കെടുക്കുക. പുണ്യനദി സ്നാനം ചെയ്യുക. നിള ആരതിയിൽ പങ്കെടുക്കുക. പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. എല്ലാവരും മനസ്സു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആ സന്യാസി ശ്രേഷ്ഠന്മാരോട് മനസ്സു നിറഞ്ഞ് നന്ദി പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.